സോ ഹേ ഗൈസ്, വെൽക്കം ബാക്ക്. അണ്ണാല്ലേ ഇപ്പൊ വീഡിയോ അതിന്റെ പാകുമെന്ന് പറഞ്ഞു, എന്നിട്ട് പിന്നെ വെൽക്കം ബാക്ക്. എടാ അത് ഫസ്റ്റ് പാർട്ടായിരുന്നു, ഞാൻ പറഞ്ഞില്ലേ 2 പാർട്ടാക്കുമെന്ന്. ഇപ്പൊ നമ്മുടെ 2ാമത്തെ പാർട്ടിന് റെക്കോർഡ് ആക്കാൻ പോകുന്നു. ഓ അങ്ങനെ, ഞാനും വിചാരിച്ചിപ്പോ വീഡിയോ കഴിഞ്ഞല്ലോ, പിന്നെ എന്തിനാണ് വീഡിയോ എടുക്കണേ. ഗൈസ്, അപ്പോൾ നമ്മുടെ ഇത് സെക്കൻഡ് പാർട്ടാട്ടോ. അപ്പോൾ ഫസ്റ്റ് പാർട്ട് കാണത്തിലുണ്ടെങ്കിൽ എന്തായാലും ജസ്റ്റ് അതൊന്ന് പോയി കണ്ടിട്ട് വരിക, എന്നിട്ടേ ഇത് കണ്ടിട്ട് കാര്യമുള്ളൂ. ഗൈസ്, ഞാനും മാസ്ക് കൂടെ വരെ എത്തിയത് എങ്ങനെയാണെന്ന് ഈ ഒരു വീഡിയോയിലാണ് ഉള്ളത്. അതെ, വല്ലാത്തൊരു എത്തലായിരുന്നു കേട്ടോ, ഒന്നും പറയാനില്ല, അമ്മാതിരി എത്തലായി പോയി. ഗൈസ്, കുറച്ച് ടാസ്ക് ഒക്കെ ആയിരുന്നു കേട്ടോ, ഇവന്റെ സിവിക്ക് മൂലക്കൊക്കെ ആയിരുന്നു, അതൊക്കെ നമ്മളൊന്ന് പൊടിതിട്ട് എടുത്തതാണ്. അപ്പോൾ കണ്ടവരുണ്ടാവും. അത് അങ്ങനെ കുറെ സമയം പോയോണ്ടാണ് ഈ ഇപ്പോൾ സെക്കൻഡ് പാർട്ട് വെക്കേണ്ട വന്നത്. അല്ലേ നമ്മൾ അതിൽ തന്നെ അങ്ങ് തീർത്താനേ ഡ്രൈവ്. എന്ത് ചെയ്യാനാ, മാസ്ക് വന്നപ്പോൾ തന്നെ അണ്ണന് 2 കണ്ടന്റ് ആണ് ഉണ്ടായത്. സംഭവം ഒരു കണ്ടന്റ് ആണെങ്കിലും 2 വീഡിയോ ഇടാൻ പറ്റി. എല്ലാം എന്റെ ഭാഗ്യം എന്ന് പറയാം. നിന്റെ വല്ലാത്ത ഭാഗ്യം ആയതുകൊണ്ടാണല്ലോ ഇത് പുന്തി സ്റ്റാർട്ട് ആക്കി കൊണ്ടുവരേണ്ട വന്നേ. ഇവിടെ പോകുന്നവർക്ക് എവിടെയെങ്കിലും ഫ്യൂവൽ അടിക്കാൻ സ്ഥലം ഉണ്ടെങ്കിൽ കയറണം കേട്ടോ. നമ്മുടെ ഫ്യൂവല് ഭയങ്കര കുറവാണ്. ഓ കറക്റ്റ് ടൈമിംഗ് ആണോ? ഇതേണ്ട ഇവിടെ ഒരു സ്ഥലമുണ്ട്, ഇങ്ങോട്ട് കയറാതെന്ന്. എന്റെയും ഫ്യൂവല് കുറവാണ്, നമുക്ക് ഫുൾ ടാങ്ക് അടിച്ചിട്ട് പോകാൻ 2 പേർക്കും. ശശിയുടെ കടയിലെ കൊഴുക്കട്ട പോലെ, ആ കൊഴുക്കട്ട പോലെ. എന്തിനാടാ ഇപ്പൊ ഇവിടെ പാടിയത്? എന്നാ വീഡിയോ ഒക്കെ നമ്മൾ കുറച്ച് എന്റർടൈനിങ് ഒക്കെ ആക്കണം, അല്ലാതെ വെറുതെ നമ്മളിങ്ങനെ പോയിക്കോട്ട് നിന്നിട്ട് കാര്യമില്ല. അതുകൊണ്ട് കുറച്ച് എന്റർടൈൻമെന്റിന് വേണ്ടി എന്റെ കുറച്ച് പാട്ടിട്ടാ. വല്ലാത്ത എന്റർടൈൻമെന്റ് ആയി പോടാ നിന്റെ. ഇതിലേക്കൂടെ കയറണ്ട, ഇതിലേക്കൂടെ സ്ഥലമൊന്നും ഇല്ല കേട്ടോ. ഇതിൽ ഇത്രയും വലിയ സ്പേസ് ഉണ്ടായിട്ടാണ് ഈ ചൈല നമ്മൾ കയറാൻ നോക്കിയത്. ഇവിടെ എവിടെയും കുടിയും കിടക്കാതിരുന്നാൽ മതിയായിരുന്നു. ഒക്കെ സുഖമായിട്ട് കയറി പോയിട്ടുണ്ട്. അവൻ കയറി ഫ്യൂവൽ അടിക്കാനും തുടങ്ങി. ചേട്ടാ ഒരു 50 രൂപയ്ക്ക് അടിച്ചല്ലോ, ആവേശാവട്ടെ. അടാ ഇനി ഇവിടെ ഏത് ചേട്ടനാണോ ഉള്ളത്? നമ്മൾ തന്നെ കയറി സെറ്റ് ചെയ്തിട്ടില്ലേ നമ്മൾ പെട്രോൾ അടിക്കണേ ഇവിടുന്ന്. അത് ഞാൻ ഇവിടെ വോയിസും കൊണ്ട് വല്ല പരിപാടി നടക്കുമോ നോക്കിയില്ല, അത് നടക്കുമൊന്നുമില്ല കേട്ടോ, നമ്മൾ തന്നെ ചെയ്യണം. പിന്നെ വല്ലാത്ത ബുദ്ധിയാണ് കേട്ടോ, എന്നാ പറയണ്ടേ. എന്ത് ചെയ്യാനാ, ഞാൻ ജനിച്ച് വീണപ്പോഴേ എനിക്ക് ഭയങ്കര ബുദ്ധിയായി പോയി. എടാ നിന്റെ സിവിക്കിൽ ഇതുവരെ ഫുൾ ആയില്ല, അതെന്നെ പെട്രോൾ കാണാതെ കിടക്കുമായിരുന്നു. എന്നാ കുറെ നാളായില്ലേ എടുത്തിട്ട്, അന്നടിച്ച ഫ്യൂല് മാത്രം ഉള്ളെന്നല്ലേ ഞാൻ പറഞ്ഞേ. ഇനി നമുക്ക് ഡീസൽ ആക്കിയാലോ അണ്ണ, അതിനകത്ത് എല്ലാം കുറച്ച് പച്ചവെള്ളത്തിൽ ഓടുന്ന പോലെ ആക്കാം. അതാകുമ്പോൾ തോട്ടിൽ നിന്ന് മുക്കി ഒഴിച്ചാലും മതിയല്ലോ. നിന്റെ സിവിക്കില്ലേ, നീ അവിടെ നിന്നേലും മുക്കി ഒഴിക്കി. ഞാൻ എന്തായാലും ഇവിടെ നിന്ന് പെട്രോൾ തന്നെ അടിക്കുന്നുള്ളൂ. എന്നാ ഒരു ദിവസം അണ്ണ എൻ്റെ അടുത്ത് വരും കേട്ടാ, ഞാൻ പച്ചവെള്ളത്തിൽ വണ്ടി ഓടിക്കാൻ തുടങ്ങുന്നൊരു കാലം വരും. അവിടെ ആയിക്കോട്ടെ, നീ പച്ചവെള്ളത്തിലോ ചൂടുവെള്ളത്തിലോ ഓടിക്കി. ഓ അങ്ങനെയാണല്ലേ, അണ്ണൻ കാത്തിരുന്ന് കണ്ടോ കേട്ടോ, ഞാൻ ഇന്ന് തന്നെ പോയിട്ട് പരീക്ഷ നോട്ടെ, പച്ചവെള്ളം ഒഴിച്ച് നമ്മളെ സിവിക്ക് ഓടിക്കാൻ പറ്റുമോ. അങ്ങനെയാണ് ഞാൻ വീണ്ടും വരേണ്ട വരുമല്ലോടാ നിന്റെ സിവിക്ക് പണിയാൻ. അണ്ണൻ നീ വരേണ്ട കാര്യമൊന്നും ഉണ്ടാവില്ല, സിവിക്കിന് വരെ പണിയായല്ലേ. ഞാൻ എന്തായാലും വേറെ ഒരു സിവിക്കും കൂടെ വാങ്ങണം, എന്നിട്ട് അതിനകത്ത് പരീക്ഷിക്കാം. നമ്മുടെ മെയിൻ സിവിക്കൊന്നും പറ്റാൻ പാടില്ല. കുറച്ച് പൈസ കൈ വന്നെന്ന് തോന്നുന്നു. അതിൻ്റെ ആട്ടെ വിളിച്ച് പറയണേ, നിങ്ങൾ നോക്കണ്ട. നമുക്കിനി നേരെ പോവാടാ സിറ്റിയിലോട്ട്. എൻ്റെ ഫുൾ ടാങ്ക് ആയോ ഇത്? ആയെന്ന് തോന്നുന്നു, എടുത്തോണ്ട് പോട്ടെ. എന്നാ സിറ്റിയിൽ എവിടെയാ പോകുന്നേ? സിറ്റിയിൽ ഇപ്പം നമ്മൾ എല്ലായിടത്തും പോയിട്ടുള്ളതല്ലേ, ഏതെങ്കിലും നൈസ് സ്പോട്ട് വല്ലതും ഉണ്ടോ വെറൈറ്റി ആയിട്ട് പോകാൻ? വെറൈറ്റി ആയിട്ട് പോകാൻ അങ്ങനെ സ്ഥലമൊന്നും ഇല്ലടാ. ഇപ്പോൾ സിറ്റി ഫുള്ള് നമ്മുടെ മഞ്ഞ് പിടിച്ച് കിടക്കുവാണല്ലോ, അതുകൊണ്ട് പോയ ഏതെങ്കിലും സ്ഥലത്ത് തന്നെ പോവാം. മഞ്ഞായതുകൊണ്ട് വേറെ ഒരു വൈബായിരിക്കും. സിറ്റിയൊക്കെ മഞ്ഞായിട്ട് ഞാൻ അങ്ങനെ പുറത്തൊന്നും ഇറങ്ങാറില്ലായിരുന്നു, ഒന്ന് പോയി നോക്കാന്ന്. എടാ നീ വന്ന് നോക്ക്, എന്നാ വൈബാന്നറിയാം ഫുള്ള് മഞ്ഞായിട്ട്. നമ്മുടെ ബീച്ചൊന്നും ഒരു രക്ഷയില്ല കാണാൻ. അല്ല ബീച്ചിലെ മണലൊക്കെ മാറി അവിടെ ഫുള്ള് മഞ്ഞായോണ്ണ? മഞ്ഞായോന്നോ? അവിടെ അത് മാത്രമേ ഉള്ളൂ. മഞ്ഞ് കാരണം അതിലെ വണ്ടി ഓടിക്കാനും കുറച്ച് ടാസ്കാടാ, തെന്നി പോകുന്നുണ്ട്. അതൊന്നും എനിക്കൊരു വിഷയമുള്ള കാര്യമല്ല, ഞാൻ പണ്ടത്തെ ഡ്രിഫ്റ്ററാന്ന് അറിയാലോ. ഞാനൊന്ന് ഡ്രിഫ്റ്റ് ഇറങ്ങണമെന്ന് കുറച്ച് നാളെ ആലോചിച്ചോണ്ടിരിക്കണം. എന്നാ ബീച്ചിലോട്ട് തന്നെ പോവാം, അവിടെ ഇട്ട് ഡ്രിഫ്റ്റ് പഠിക്കാം. ഓ സെറ്റ്, എന്നാൽ പിന്നെ വണ്ടി എടുക്ക്. ഇപ്പോൾ ഈ ലൊക്കേഷൻ ഉറപ്പിച്ചേട്ടാ, നമ്മുടെ സിറ്റി വണ്ണിൽ ബീച്ചിലോട്ടാണ് പോണത്. അവർ നേരെ പോയിട്ടുണ്ട്. ഞാനിപ്പോൾ ക്യാമറ ഒക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. പിന്നെ ഈ വീഡിയോയിൽ കണ്ടുള്ള ലൈക്ക് അടിച്ചിട്ട് ഇപ്പം തന്നെ ലൈക്ക് അടിക്കുക. 200 നമ്മൾ ലൈക്ക് ടാർഗറ്റ്. പിന്നെ ഇതുപോലത്തെ ഒരു സാധനം താല്പര്യം ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ്. അത് വല്ലാത്ത അടിയാണല്ലോ കേസ് അടിച്ചത്. ഇതാണ് ലോവേഡ് ആയിട്ടുള്ള കേസ്. കാറൊക്കെ ഓടിച്ച് ചെയ്യുമ്പോൾ സീൻ ഇതാണ്. നമ്മൾ പെട്ടെന്ന് ഓർക്കാണ്ട് നേരെ അങ്ങ് എടുക്കും കേസ്. അത് പടി തട്ടിയിട്ട് തെറിച്ച് പോയി കാറ്. എല്ലാം മാസ്ക് എന്ത് ചെയ്യും പോയാ. ഇനിയിപ്പോൾ അവിടെ നിന്ന് സ്ട്രെയിറ്റ് റോഡാണ് കേസ്. അവിടെ കയറിയിട്ട് അവൻ സ്പീഡിലെങ്ങാനും പോയി കഴിഞ്ഞാൽ അവനെ കാണാൻ പോലും കിട്ടുമോ? ഞാൻ എവിടെയും പോട്ടൊന്നുമില്ല അണ്ണ, ഞാൻ ഏതാണ്ട് അണ്ണനെ നോക്കി നിൽക്കുന്ന. ആ അണ്ണൻ കയറി പോയോ? ഞാൻ ഇങ്ങനെ കയറിപ്പോയി. ഇവിടുന്ന് ലെഫ്റ്റ് അല്ലേടാ, അല്ലെങ്കിൽ റൈറ്റ് ആണോ? ലെഫ്റ്റാണെന്നാണ് തോന്നുന്നത് കേസ്. നമുക്ക് ലെഫ്റ്റ് കയറാം. പിന്നെ ഇവിടെ വരുമ്പോൾ കേസ് അവിടെ ഒരു സ്വർണ്ണത്തിൻ്റെ കാറുണ്ട് കേട്ടോ, വേണ്ട അതിൻ്റെ മേളിൽ. അപ്പോൾ ഇവിടെ വരുന്നില്ലെങ്കിൽ ജസ്റ്റ് ഇത് നോക്കണം കേട്ടോ. എന്നാ സൈസാണെന്നറിയുമോ കാറിന്? ഞാൻ ഒരു ദിവസം അതിനകത്ത് കയറിയിട്ടുണ്ട്. നമ്മളാ പാറയെക്കൂടെ നേരെ അതിനകത്തോട്ട് കയറാൻ വേണ്ടി പറ്റും. ഭയങ്കര സൈസാണ് ഇത്. പിന്നെ അത് എയറിൽ അങ്ങനെയോ നിൽക്കുന്നതെന്ന് തോന്നുന്നു. എവിടെ ടച്ചൊന്നും ചെയ്തിട്ടില്ല, വെറുതെ ഏറി നിൽക്കുമായിരുന്നു. നിങ്ങളെല്ലാവരും എന്തായാലും ഇത് കണ്ടതായിരിക്കും. എന്തെങ്കിലും കാണാത്തതുണ്ടെങ്കിൽ ജസ്റ്റ് ഇതേണ്ട നമ്മുടെ സിറ്റി 2 പോകണ കേസ് ഈ മെയിൻ ജംഗ്ഷൻ പോലെ ഉണ്ട്. ഇവിടെ ആ ഒരു സ്ഥലമുണ്ട്. അപ്പോൾ നമുക്ക് ഈ റോഡാ കയറി പോകേണ്ടതെന്ന് തോന്നുന്നു. എൻ്റെ അണ്ണ ഏത് കാട്ടിലോട്ടാ പോണേ? തിരിച്ച് സിറ്റി 2 തന്നെ പോകണം, നമുക്ക് സിറ്റി 1 പോകണ്ടേ? വഴി തെറ്റിയോ? ഇല്ലേ, ഇപ്പോൾ വരാം. കേസ് അങ്ങനെ ഹൈവേ കയറിയിട്ടുണ്ട്. ഞാൻ നേരെ കയറിയത് ഈ നമ്മുടെ സിറ്റി റോഡിലോട്ട് തിരിച്ചു പോകുന്ന വഴിയിലോട്ടായിരുന്നു ഞാൻ പറഞ്ഞത്. ഞാൻ നോക്കിയപ്പോൾ ഈ അങ്ങോട്ട് തന്നെ ആയിരുന്നത്, പക്ഷെ അതങ്ങനെ അല്ലായിരുന്നല്ലോ പറഞ്ഞത്. അപ്പം പിന്നെ എക്സോസ്റ്റ് ഓൺ ആക്കിയിട്ടുണ്ട്. എന്താണ് ഈ സിം കാണിക്കണേ? അവനൊരു ആൾക്കാരില്ലാത്ത സ്ഥലം കിട്ടിയപ്പോൾ കേസ് ഇട്ട് പൊട്ടിക്കുവാണ്.
അവൻ അങ്ങ് അവിടെ എത്തി. ഇത് സൗണ്ട് കേട്ടോ നിങ്ങൾ ഇങ്ങോട്ടും കേൾക്കുന്നുണ്ടോയെന്ന് അറിയില്ല. ഇത് ചെറിയ രീതിക്കല്ലേ ഇങ്ങോട്ട് കേൾക്കുന്നിട്ട്. ഇതെല്ലാം കാണുമ്പോൾ ശരിക്കും എക്സോസ്റ്റ് ഇല്ലാത്ത ശരിക്കും ഒരു ഇതുണ്ട് കേട്ടോ. നമുക്ക് എന്തായാലും ഒരു സെറ്റാക്കണം. അതന്നെ അത് ബഗ്ഗാന്ന് തോന്നുന്നു. അവൻ ശരിക്കും അങ്ങാനും എത്തി കേസ്. ബഗ്ഗടിച്ച് അവിടെ നിൽക്കുന്ന പോലെ കാണിക്കുന്നതാണ്. അവൻ്റെ കാറിൻ്റെ സൗണ്ട് എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ ഇങ്ങനെ സിറ്റിയും പിന്നെ അത്യാവശ്യം ആൾക്കാരൊക്കെ ഉള്ള സ്ഥലത്തുമ്പോൾ ഈ എക്സോസ്റ്റ് ഓഫ് ആക്കി വെക്കുന്നുണ്ട്. ഇതുപോലത്തെ വല്ല ഓപ്പൺ പ്ലേസ് വല്ലതും കിട്ടിയാലേ ഈ അവൻ ഇങ്ങനെ എക്സോസ്റ്റ് ഓൺ ആക്കുള്ളൂ. പിന്നെ കണ്ടോടത്തോടെ എല്ലാം പൊട്ടിച്ചോണ്ട് നടന്നു കഴിഞ്ഞാൽ നാട്ടുകാർ പിടിച്ചെന്നെ അടിച്ചു കൊല്ലും. ഒരു ദിവസം എനിക്ക് നല്ല ഓർമ്മയുണ്ട് ടൗണിൽ കൂടെ ഞാൻ പോയത്. അതേ പിന്നെ ഞാൻ പിന്നെ എങ്ങനെ എക്സോസ്റ്റ് അങ്ങനെ ഓണാക്കാറില്ല. അപ്പോൾ അവനെന്തോ ഫ്ലാഷ് ബാക്ക് ഉണ്ട് കേസ്. ഞാനും വിചാരിച്ചു അവന് ഇത്ര നന്മമരമായി ഓടിക്കുന്നത്. കേസ് ഇതിൻ്റെ ടോപ്പിൻ്റെ കാണിച്ചു തരാം കേട്ടോ. 260 അടിച്ച് കേസ്. 261, 62, 63 കേസ് എത്ര കയറുമായിരിക്കും? എൻ്റെ ഒരു ഇതിൽ 770 സുഖമായിട്ട് കയറുമായിരിക്കും. ബാക്കി 75 പേര് കയറുമായിരിക്കും കേസ്. മാക്സിമം 75. എന്തായാലും എത്ര കയറുമെന്ന് നോക്കാം. ഇപ്പോൾ 70 അടിക്കാറായിട്ടുണ്ട്. 70 അടിച്ചിട്ടുണ്ട്. ഇനി കുറച്ച് കഷ്ടപ്പാടായിരിക്കും. മാസ്ക് അല്ലേ ഇത് പിന്നെയും ബഗ്ഗാന്ന് തോന്നുന്നു. 71, 75 75 കേസ് എൻ്റെ പ്രൊഡിക്ഷൻ. 72 ആയിട്ടുണ്ട്. ഇത് പിന്നെ മാസ്കിനെ കാണുന്നുണ്ട്. ഇത് റിയലാണോ ഗൈസ്? ഇത് റിയലാണെന്നാണ് തോന്നുന്നു ഞാൻ കാണുന്ന മാസ്ക്. ഞാൻ തന്നെയാണ് ബഗ്ഗടിച്ചൊന്നുമല്ല. അണ്ണാ കാണത്തോണ്ട് ഞാൻ സ്ലോ ആക്കിയത്. ഇവിടെ എത്തിയോ? ഞാൻ നിന്റെ തൊട്ട് വേക്കിൽ എത്താറായിട്ടുണ്ട്. എന്റെ തൊട്ട് വേക്കിലെത്തിയോ? എന്നാ പിന്നെ എക്സോസ്റ്റ് ഓൺ ആക്കാൻ ടൈമായല്ലോ. എന്റെടാ എക്സോസ്റ്റ് ഒന്നും ഓണാക്കല്ലേ. ഞാൻ പിന്നെ പറയുന്ന ഒരു ഇവർക്ക് കേൾക്കൂല. നമ്മളിങ്ങനെ സിറ്റിയിലെത്താറായിട്ടുണ്ടെന്ന് തോന്നി. സിറ്റിയിലെത്താറായിട്ടുണ്ട്. ഫസ്റ്റ് തന്നെ പോയിട്ട് നമുക്ക് കാറ് വാഷാക്കണം അവൻ്റെ. അത് കഴിഞ്ഞിട്ട് നേരെ നമ്മുടെ ഒരു ബീച്ചിലോട്ടാണ്. വേറെ പണിയൊന്നുമില്ല. വേറെ പണി എന്തെങ്കിലും ഉണ്ടോ എൻ്റെ കാറിന്? എൻ്റെ കാറിന് അതിന് പണിയൊന്നുമില്ല. വേണമെങ്കിൽ ടയറും കൂടെ ഒന്ന് ചേഞ്ച് ആക്കാം. എൻ്റെ ആവശ്യമുണ്ടോ തോന്നുന്നില്ല. നമുക്ക് കാറ് വാഷാക്കാം ഇപ്പം. എൻ്റെ പിന്നെ വാഷാക്കാനൊന്നും ഇല്ലെന്ന് തോന്നി കേസ്. അതിന് ചെളിയൊന്നും ആയിട്ടൊന്നുമില്ല. ഞാൻ ഇപ്പോൾ മഞ്ഞത്തോടെ പോകണമെങ്കിൽ കേസ് അതുപോലെ നോക്കി ഓടിക്കുള്ളൂ. അതുകൊണ്ട് ചെളിയൊന്നും ആവില്ല. നമ്മൾ കുറച്ച് സ്പീഡിൽ ഡ്രിഫ്റ്റ് ആയി പോയി കഴിഞ്ഞാൽ എന്തായാലും ചെളിയാവും. എൻ്റെ കേസ് അതൊക്കെ അണ്ണന് വണ്ടി കഴുകാൻ മടിയായിട്ടാ. നിങ്ങളതൊന്നും പറയുന്നത് കേൾക്കണ്ട കേട്ടോ. നിങ്ങൾ മാക്സിമം എൻജോയ് ചെയ്യാൻ പറ്റുന്നുള്ള എൻജോയ് ചെയ്യും. മഞ്ഞത്താണെങ്കിലും ചെളിയിലാണെങ്കിലും എവിടെ ഇട്ടാലും ഡ്രിഫ്റ്റ് അടിക്കും അങ്ങോട്ട്. പിന്നെ കാറിൽ വീലി അടിച്ചോണ്ട് പോകാൻ പറ്റൂല അല്ലേ? പിന്നെ ഞാൻ കാറിൽ വീലിയും കൂടെ അടിച്ച് നിങ്ങളെ കാണിച്ചു തരാം. കാറിൽ നീ അങ്ങോട്ട് കൂടിയ എഞ്ചിൻ അങ്ങോട്ട് വെക്ക്. എന്നിട്ട് ഒറ്റ കൊടുക്കലൊക്കെ കൊടുത്താൽ മതി. വീലി ആയിക്കോളൂ. തൽക്കാലം അത്ര വീലിയൊന്നും വേണ്ട കേട്ടോ എനിക്ക്. സ്ഥലത്തോടെ ഓടിയാൽ മതി. അല്ല അണ്ണൻ എവിടെയാണ്? ഇതുവരെ കാണുന്നില്ല. ഞാൻ അവിടെ സിറ്റി എത്താറായി കേട്ടോ. അല്ല നീ എൻ്റെ പുറകിലല്ലേ. നിന്നെ ഞാൻ ഇപ്പോൾ ഓവർടേക്ക് അടിച്ച് കയറിയായിരുന്നല്ലോ. ഞാനിവിടെ സിറ്റി എത്താറായി. എൻ്റെ ഫ്രണ്ടിൽ അതിന് അണ്ണൻ കയറി പോയില്ലല്ലോ. വല്ല ബഗ് അടിച്ചായിരിക്കും. എങ്ങനെയാണെങ്കിലും ഞാൻ നിൻ്റെ ഫ്രണ്ടിലോട്ട് കയറിപ്പോയി. നിൻ്റെ കാർ ഇപ്പോൾ ഇവിടെ കണ്ടായിരുന്നു. എൻ്റെ ഫ്രണ്ടിൽ ഞാൻ കയറിയിട്ടുണ്ട്. എന്നാൽ മറ്റേ ബഗ് അടിച്ച് കേൾക്കുന്നതായിരിക്കും അവിടെ. അത് തന്നെയായിരിക്കും. ഞാനിവിടെ വേണ്ട നമ്മുടെ പെട്രോൾ പമ്പ് ഉണ്ടല്ലോ, അത് കഴിഞ്ഞപ്പോൾ പോയിക്കൊണ്ടിരിക്കുക. എന്നാൽ അത് തന്നെയാടാ. ഞാൻ അവിടെ എത്തിയിട്ടില്ല. ഞാൻ അങ്ങോട്ട് വരുന്നേ ഉള്ളൂ. കേസ് ഇവിടെ ഒരു സംഭവം ഉണ്ട് കേട്ടോ. ഈ സംഭവം തന്നെ. ഇവിടെ ഇപ്പോൾ റോഡ് ലോഡാവുന്നില്ല കേട്ടോ. അങ്ങനെ വരുമ്പം എൻ്റെ വീടിൻ്റെ അവിടെ റോഡ് ലോഡാവില്ല. അതുപോലെ ഇപ്പോൾ ഇവിടെ റോഡ് ലോഡാവുന്ന സീനുണ്ട്. അപ്പോൾ അവനങ്ങ് എത്തിയെന്നാണ് പറഞ്ഞത്. എന്നാലും നമുക്ക് ഇവിടെ കയറി ഒന്ന് ഫ്യൂൽ അടിച്ചിട്ട് പോകാം കേസ്. ഇനി എനിക്ക് എന്തായാലും കാർ സർവീസ് ചെയ്യേണ്ട വരും കേസ്. ഇപ്പോൾ നമ്മൾ അവിടെ വീണിട്ട് വീണ്ടും ലോഡായി വന്നപ്പോൾ നമ്മുടെ കാറിൻ്റെ ഗ്ലാസ് പോയിട്ടുണ്ടാകും. എന്തായാലും ഞാൻ എന്തായാലും ഒന്ന് ഫ്യൂൽ അടിക്കട്ടെ കേസ്. എന്നിട്ട് കാണാം. 2000 years later. കേസ് എങ്ങനെ നമ്മൾ ബീച്ചിലോട്ട് എത്താറായിട്ടുണ്ട്. അവൻ്റെ കാർ വാഷും ആക്കി, എൻ്റെ കാർ സർവീസും ആക്കി. ഇനി ഇവിടെ ചെറിയൊരു കട്ടിങ് ഉണ്ട് കേസ് ബീച്ചിലോട്ട് കയറുമ്പോൾ. അതെൻ്റെ കാർ കയറിപ്പോകുമെന്നാണ് എൻ്റെ സംശയം. ഇപ്പം മിക്കവാറും കയറാൻ ചാൻസ് ഇല്ല. കയറിയില്ല. ഇത് ഉറപ്പായിരുന്നു കേസ് എനിക്ക്. കാരണം അമ്മാതിരി ലോവേഡായിട്ട് കിടക്കണം. മാസ്ക് നിന്റെ കയറുമോ? എൻ്റെ ടാസ്ക് ആയിരിക്കും. അല്ല ഇനിയിപ്പോൾ ബീച്ചിലോട്ട് അങ്ങനെ കയറുന്ന നമ്മൾ നടന്നു പോകണോ ഇനി? എടാ അതിന് എൻ്റെ അടുത്തൊരു ഐഡിയ ഉണ്ട്. നിനക്ക് വലിയ ബുദ്ധി ഉണ്ടെന്ന് പറഞ്ഞിട്ട് നിനക്ക് ആ ബുദ്ധിയൊന്നും ഇല്ലേ? ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. കാർ ഇങ്ങനെ തിരിക്കുക. നീ കാറൊന്ന് മാറ്റി അവിടെ നിന്ന്. കേസ് കാണിച്ചു തരാം. ഇങ്ങോട്ടേക്ക് നേരെ തിരിക്കുക. എന്നിട്ട് റിവേഴ്സ് എടുത്താൽ കയറിപ്പോയി. ബാക്ക് അങ്ങനെ തട്ടൂല. നമ്മുടെ ഫ്രണ്ട് തട്ടുന്ന അത്രയും. ഇത് ഞാൻ ഇന്ന് രാവിലെ കൂടെ ചെയ്തേ കൊള്ളണ. ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ട്. ശരി, നമ്മൾ റിവേഴ്സ് എടുത്ത് കയറിയാൽ മതി കേട്ടോ. ഫ്രണ്ട് കയറിയിട്ടില്ലെങ്കിൽ വെറുതെ തള്ളുന്നേ. ഇവനിതൊന്നും അറിയത്ത് പോലും ഇല്ലായിരുന്നു. ഞാൻ എന്തായാലും റിവേഴ്സ് എടുത്ത് കയറി കാണിച്ചു തരാം. കാണല്ലേ സുഖമായിട്ട് കയറി പോയിട്ടുണ്ട്. സുഖമായിട്ടെന്ന് പറഞ്ഞാൽ അത്ര സുഖമൊന്നുമല്ല കേട്ടോ. ബാക്ക് സൈഡ് പോയെന്ന് തോന്നുന്നു കാറിൻ്റെ. എന്തായാലും കുഴപ്പമില്ല. നമുക്ക് ബീച്ചിലെത്തിയാൽ മതി. ഇനിയൊന്നും പേടിക്കുകയല്ല കേസ്. ഇനി സുഖമായിട്ട് അങ്ങ് പൊക്കോളും കാറ്. ഇനി എവിടെയും തട്ടാനൊന്നുമില്ല. ഇനി അവൻ അവിടെ നിന്ന് കയറി എപ്പോൾ വരുമെന്ന് എനിക്കറിയില്ല കേട്ടോ. നമുക്ക് കുറച്ച് ഫ്രണ്ടിലോട്ട് പോയിട്ട് സിവിക്ക് പാർക്കാക്കിയിട്ട് ഇറങ്ങി നിൽക്കാം. എന്നിട്ട് വന്നിട്ട് അങ്ങ് താഴോട്ട് ഇറങ്ങി പോവാം. പിന്നെ ഇങ്ങനെ വൺ ഹാൻഡിൽ ഓടിക്കുമ്പോൾ കേസ് ഒരു ഹാൻഡ് നമ്മുടെ ആ ഒരു ഗിയറിൻ്റെ അവിടെ തന്നെ നിൽക്കണമായിരുന്നു. ഈ ഇടയ്ക്ക് എങ്ങനെയോ അങ്ങനെ നിൽക്കുമായിരുന്നു കേസ്. പക്ഷേ പിന്നെയും പഴയ പോലെ തന്നെ ആയിട്ടുണ്ട്. നമ്മൾ സ്റ്റിയറിങ് വളയ്ക്കുന്നതനുസരിച്ച് ആ കൈ ഇപ്പുറത്തോട്ടൊക്കെ പോകുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് എപ്പോഴും ഓടിക്കണ പോലെ തന്നെ രണ്ട് കൈയൊക്കെ പിടിച്ച് ഓടിക്കാം കേസ്. ഇവിടെ അങ്ങനെ സൈഡാകാം. എന്നിട്ട് അവനിങ്ങ് വരട്ടെ. അണ്ണ ഇതൊരു രക്ഷയില്ലല്ലോ. ഇത് ഫ്രണ്ട് എടുത്തും സൈഡ് എടുത്തും ബാക്ക് എടുത്തും അങ്ങനെ കയറ്റിയിട്ടും കയറി വരുന്നില്ല. എടാ ഞാൻ അവിടെ കാറിലെ നിർത്തിയിട്ട് നീ വരുന്ന വീഡിയോ എടുക്കാൻ നിൽക്കുക. നീ എങ്ങനെയും കയറുക കേസ്. ഇവിടെ കുറേ നേരമായിട്ട് നിൽക്കുക കേട്ടോ. അതേണ്ട വരുന്നുണ്ട്. ഇപ്പോഴാണ് കയറി വരുന്നത്. അവൻ്റെ വണ്ടിയുടെ കോലം നോക്കിയ കേസ്. ഇവൻ എന്തിനാണ് കാറ് കഴിയത്? എന്നാ ഞാൻ പറഞ്ഞില്ല അവിടെ കയറി വരാൻ എന്നാ കഷ്ടപ്പാടാണെന്നറിയാം. ഒരു വ്യക്തിയിലാണ് കയറി വന്നത്. അപ്പോൾ ഫുള്ള് മഞ്ഞും കൂടെ ആയി കാറ് മൊത്തം. ഇത് നല്ല രസമുണ്ട് കേട്ടോ ഈ റോഡ്. നമ്മുടെ പഴയ റോഡും ഫുള്ള് മഞ്ഞായപ്പോൾ സെറ്റായിട്ടുണ്ട്. പക്ഷെ കൺട്രോൾ കിട്ടുന്നില്ലെന്ന് തോന്നുന്നു. ഇപ്പം നേരെ അങ്ങ് താട്ട് പോയി. അതിന് നീ എന്തിനാടാ എന്നെ ഇടിച്ചോണ്ട് പോണേ?
എൻ്റെ വണ്ടിക്കിട്ട് വന്ന് വെറുതെ ഇടിച്ച് കേസ്. ഇത്ര നേരം ഇവിടെ തട്ടിക്കാതെ ഓടിച്ചോട്ടുന്ന വണ്ടിയാണ്. ഇനി നേരെ നമ്മൾ ബീച്ചിലോട്ട് ഇറങ്ങി പോയിക്കൊണ്ടിരിക്കുകയാണ് കേസ്. അപ്പോൾ ബീച്ച് റോഡൊക്കെ കണ്ടോ കേസ്, ഭയങ്കര തെന്നലാട്ടോ ഇവിടെ. പിന്നെ ഇത് റോഡാണെന്ന് പോലും തിരിയുന്നില്ല, അതുപോലെ ആയിട്ടുണ്ട്. ഇവിടെ ഡ്രിഫ്റ്റ് അടിക്കാൻ സെറ്റാട്ടോ. നമുക്കൊരു ദിവസം ഡ്രിഫ്റ്റ് നടങ്ങാം. ഈ ബീച്ചിൽ കൂടെ എല്ലാം ഡ്രിഫ്റ്റ് അടിച്ച് കറക്കി എടുത്തോണ്ട് പോവാം. ഡ്രിഫ്റ്റ് അടിക്കാനൊക്കെ സെറ്റാണ്, പക്ഷെ നോർമലി വണ്ടി ഓടിക്കാൻ ഭയങ്കര സീനാണ് കേസ്. ഞാൻ ഗിയറെല്ലാം ഡൗൺ ചെയ്തിട്ടാണ് വണ്ടി നിർത്തണേ. ബ്രേക്കിൽ നമ്മൾ നേരെ പിടിക്കുവാണെങ്കിൽ നേരെ തെന്നിപ്പോവുള്ളൂ. ഇതിപ്പോൾ റോഡാണെന്നൊന്നും തിരിയുന്നില്ല കേസ്. കണ്ടോ, ഉള്ളൊരു മല പോലെയുണ്ട്. ഇവിടുത്തെ റോഡൊന്നും തിരിയുന്ന പോലുമില്ല. പിന്നെ ഇവിടെ ചെറിയൊരു സ്ഥലമാണല്ലോ, ഇതെല്ലാം കേസ് ഒരുപോലെ ആയിട്ടുണ്ട്. കാരണം ബീച്ച് സെറ്റ് കേട്ടോ. എൻ്റെ പൊന്നോ, ഇങ്ങനെ മഞ്ഞായോ ഇവിടെ. ഞാൻ എന്തായാലും ഒന്ന് ഡ്രിഫ്റ്റ് അടിക്കട്ടെ ഇവിടെ കിടന്ന്. ഓർത്തപയായിരം ഇവൻ പേരിങ്കത്തെരിയാത് മാസ്കിടാ അത്ര മതി. വേണ്ട, ഈ പിന്നെ ഡ്രിഫ്റ്റ് അടിച്ച് പോണാ. ഇവൻ എന്തിനാ ഇപ്പൊ കാറ് കഴുകിയെന്ന് ഞാൻ ആലോചിക്കണേ. കാരണം കാറ് ചെളിയാവുന്നതും കഴുകുന്നതൊക്കെ സ്വാഭാവികമായിട്ടുള്ള കാര്യം. പക്ഷെ കാറ് കഴുകിയ അവിടെ കൊണ്ട് ചെളിയാക്കണത് അത്ര സ്വാഭാവികമായിട്ടുള്ള കാര്യമല്ല കേട്ടോ. അതൊക്കെ എണ്ണം പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ പിന്നെ അംബാനിയേക്കാൾ വലിയ കോടീശ്വരനായിക്കൊണ്ടിരിക്കുന്നുണ്ടാകുന്ന എനിക്കൊരു ഉത്തരവുള്ള കാര്യമല്ല. നമ്മുടെ ഒന്ന് ഇറങ്ങി നോക്കണ്ട, കിടല സ്പോട്ട് കേട്ടോ ഇത്. ഞാനും ഒന്ന് ഇറങ്ങി നോക്കട്ടെ. നമ്മൾ അപ്ഡേറ്റ് കഴിഞ്ഞിട്ട് അങ്ങനെ ബീച്ചിൽ വന്ന് വലിയ വീഡിയോ എടുത്തിട്ടൊന്നും ഇല്ലെന്ന് തോന്നുന്നു. അണ്ണൻ ഏതോ ഒരു വീഡിയോയിൽ ബീച്ചിൽ എടുത്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഏതോ മീറ്റപ്പിന് എന്തോ ആണെന്ന് തോന്നുന്നു, ബീച്ചിൽ വന്നിട്ടുണ്ട്. പിന്നെ ഈ അങ്ങോട്ട് നോക്കി എൻ്റെ വജ്രായുധം കിടക്കണേ. ഏതാല്ലേ ലുക്ക്, സീന്. ആ മഞ്ഞ അവിടെ ഇല്ലെങ്കിൽ സീനായിരുന്നു. ഞാനിടയ്ക്ക് ഡ്രിഫ്റ്റ് അടിച്ച് ഫുള്ള് മഞ്ഞുമാക്കിയില്ല. അത് ഞാൻ അവിടെ നിന്ന് കയറ്റിക്കൊണ്ട് വരാൻ നോക്കി പായതാ. പിന്നെ ഇവിടെ ആയിട്ട് ഞാൻ ഡ്രിഫ്റ്റ് അടിച്ചു, എന്തായാലും മഞ്ഞായല്ലോ. അപ്പോൾ ഇതാണ് കേട്ടോ മാസ്കിൻ്റെ സിവിക്കിൻ്റെ ലുക്ക്. അപ്പോൾ നമ്മളങ്ങനെ അവസാനം ആ ഒരു ഡ്രൈവ് കേസ് നടന്നു. അന്ന് ഈ കാറൊക്കെ ഇറക്കി ഇപ്പോൾ പ്ലാൻ ചെയ്ത ഡ്രൈവാണ് കേസ്. അതൊക്കെ കഴിഞ്ഞ് എത്ര കാലം കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇതൊന്നും സെറ്റ് ആവണേ. എന്നാൽ എല്ലാത്തിനും ഒരു സമയമുണ്ട്. ആ സമയമാകുമ്പോൾ എല്ലാം അങ്ങ് നടക്കും. തന്താനേ 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 താനേ തന്താനേ തന്താനേ തന്താനേ. മാസ്കെ പുതിയ പാട്ടൊന്നും കയ്യിലില്ലടാ. ഞാൻ പുതിയ വരികളെല്ലാം എഴുതിയാലോ എന്ന് ആലോചിക്കുന്നുണ്ട്. ഉടനെ ഒന്ന് റിലീസ് ചെയ്യണം ഒരു പാട്ടൊക്കെ. നമ്മൾ ഈ ഡ്രൈവിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ എല്ലാത്തിനും ഒരു ദിവസം ഉണ്ടല്ലോ അണ്ണാ. ഒരു ദിവസം മാസ്കിൻ്റെ ഒരു പാട്ടങ്ങ് ഇറങ്ങും. അത് നമ്മൾ ഈ സിറ്റി ഫുള്ളങ്ങ് കത്തിക്കും ആ പാട്ട്. പാട്ടിൻ്റെ വഴികളൊക്കെ എഴുതുമ്പോൾ സൂക്ഷിച്ചൊക്കെ എഴുതണം കേട്ടോ. എയറിലോട്ട് പോകുന്ന പാട്ടൊന്നും ഇറക്കിയുള്ളൂ. നീ വാ, നമുക്ക് ഇതിൻ്റെ പൊക്കത്ത് കയറി നിൽക്കാം. ഇത് കിടലും സ്ഥലമാണ്. ഓ അത് പുളി. ഞാൻ ആദ്യം അവിടെ എത്തും. അണ്ണാക്ക മെല്ലെ നടന്നു. അങ്ങനെ എങ്ങോട്ടാണ് അവിടെ ഓടിപ്പോണത്? ഇടാ അവിടെ വേറെ ഒന്നും ഇല്ലടാ, ജസ്റ്റ് അവിടെ പോയി നിൽക്കാനേ ഉള്ളൂ. പക്ഷെ ഞാൻ ആളോടെ ഫസ്റ്റ് എത്തിയത്. അറ്റട്ടാ 2 പൊറോട്ട, 2 പൊറോട്ട. അതന്നെയാടാ, മറ്റേ ടൂ വെച്ചപ്പോൾ നിന്റെ സൗണ്ട് കട്ടായി പോയേ. എന്നാ തണുപ്പല്ലായിട്ട് സൗണ്ട് ഒന്നും ശരിയാവുന്നില്ല. ഇതിന്റെ അകത്ത് കയറാൻ പറ്റുമോ? അതാ ഞാനും നോക്കുന്നേ. നിന്റെ അകത്ത് കയറാൻ പറ്റുമൊന്നുമില്ല, ഇവിടെ ലോക്കാക്കി വെച്ചേക്കാന്ന് തോന്നറാ. നീ ഇതുവരെ ഡാൻസ് ഒന്നും കഴിഞ്ഞില്ലേ? ഏസ് നമ്മളതിൽ കിടിലിന് ലൊക്കേഷനിലാട്ടോ നിൽക്കുന്നത്. ഈ ബീച്ചിൻ്റെ അടുത്ത് ഫുള്ള് മഞ്ഞെല്ലാം വന്നപ്പോൾ സെറ്റായിട്ടുണ്ട് ഇവിടെ. ഒരു വൈകുന്നേരമൊക്കെ ഇവിടെ വന്ന് നിൽക്കാൻ നൈസായിരിക്കും കേട്ടോ. നമ്മളെന്തായാലും ഇന്നൊരു ഈവനിങ് എല്ലാം ആയിട്ട് ഇവിടെ നിന്ന് പോകുന്നുള്ളൂ. ഇപ്പോൾ ഒന്നും പോകുന്നില്ല എന്തായാലും. ആണ് ഞാനൊരു സംഭവം കാണിച്ചു തരാം കേട്ടോ. നോക്കിക്കോണേ. ഇപ്പം എൻ്റെ 2 തോളിൽ നോക്കിക്കഴിഞ്ഞ ഒരു സംഭവം കാണാം. കണ്ടാ? എന്താടാ ഒരു എല്ലോടിയും സൗണ്ട് എല്ലാം കേട്ടല്ല? ചത്തോ നീ? അങ്ങനെയൊക്കെ ചാകുന്നതിനാണ് അണ്ണാ മാസ്ക്. ആ ചെറിയ എൻ്റെ ഒരു കഴിവാണത്. ഇനി എവിടെയെങ്കിലുമൊക്കെ പോയിട്ടൊന്ന് അവതരിപ്പിക്കണം. നീ എന്നെ കാണിച്ച് പുറത്തുനിന്ന് നീ അവതരിപ്പിക്കാൻ നിൽക്കണ്ട കേട്ടോ. ദീപാ കേസ്. അപ്പോൾ ഇനി എന്താ പരിപാടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ഈവനിങ് വരെ ഇവിടെ തന്നെ ഇങ്ങനെ നിൽക്കും. ഈവനിങ്ങിലായിട്ട് ഐസ് ഇവിടെ നിന്ന് ഇറങ്ങുന്നുള്ളൂ. ഈവനിങ് ആവാൻ ഇനി വലിയ ടൈമൊന്നും ഇല്ല. ഇനിയിപ്പോൾ പെട്ടെന്ന് തന്നെ ഈവനിങ് ആവും കേസ്. നമ്മളിവിടെ എത്തിയപ്പോൾ തന്നെ നല്ല ടൈം പോയിട്ടുണ്ട്. അപ്പോൾ ഇനി ഈവനിങ് കാണാൻ കേസ്. അതുവരെ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഓലെന്നൊക്കെ പറഞ്ഞില്ല അടക്കുമായിരിക്കും. അത് നിങ്ങളെ കാണിച്ച് വെറുതെ ആക്കുന്നില്ല. 1 eternity later. കേസ് അങ്ങനെ കുറേ നേരം ഇവിടെയൊക്കെ നിന്ന് കുറേ വർത്തമാനമെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ ചേട്ടാ ഈവനിങ്ങും ആയിട്ടുണ്ട്. ഇനി എന്തായാലും ഇറങ്ങാടാ മാസ്ക് ഇവിടുന്ന്. എന്നാ പെട്ടെന്നാണ് ഒരു ദിവസം പോയത്. ഇപ്പം നാളെ രാവിലെ തന്നെ പണിക്ക് പോകണല്ലോ. നാളെ രാവിലെ തന്നെ ഈ പണിക്ക് കിട്ടോ. എന്തായാലും ഇന്നത്തെ ദിവസം ഞാനായിട്ട് കളഞ്ഞു തന്നിട്ടുണ്ട്. അതെന്തായാലും കുഴപ്പമില്ല, ഇന്ന് സെറ്റായിരുന്നു. വല്ലപ്പോഴും ഒക്കെ ഇങ്ങനെ ഇറങ്ങിയാലേ ഒരു വൈവൊക്കെ ഉള്ളൂ. വല്ലപ്പോഴും അല്ല, നീ ഇടയ്ക്കൊക്കെ ഒന്ന് ഇറങ്ങാൻ നോക്കുക കേട്ടോ. ഇനിയിപ്പോൾ അങ്ങനെ കാണാൻ പോലും ഇല്ല. ഇന്നിപ്പോൾ ഞാൻ വന്ന് വിളിച്ചുകൊണ്ട് ഇങ്ങനെയെങ്കിലും ഒന്ന് കണ്ടു. അപ്പോൾ ഈ നമ്മളെന്തായാലും ഇനി ഇവിടെ നിന്ന് ഇറങ്ങും കേട്ടോ. നമ്മുടെ സിവിക്ക് താണ്ട് ഇവിടെ കിടക്കുന്നുണ്ട്. ഒരു ചെളിയോ മഞ്ഞോ ഒന്നും ആയിട്ടില്ല. അപ്പോൾ നീ എന്തായാലും വൈൻഡപ്പ് പറഞ്ഞോ. കേസ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്തായാലും ഇത്ര ഉള്ളൂ കേസ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോകളിലും വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.